നീ ഏതാടി കൊച്ചേ? ഹായ് ഹായ് ആൻറ്റി, ഞാൻ എടക്കളത്തുള്ള സന്തോഷിന്റെ മൂത്ത കൊച്ചോ ഇളയ കൊച്ചോ? മൂത്ത മോൾ. നീ ആകെ അങ്ങ് മെലിഞ്ഞു തുരഞ്ഞ് കോലം കെട്ട് പോയല്ലോടി കൊച്ചേ. നീ എവിടത്തെയാടി പെങ്കൊച്ചേ? നീ ആ തെക്കേടത്തെയാണോ? നീ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ എടക്കളത്തുള്ള സന്തോഷിന്റെ മൂത്ത മോൾ. അയ്യോടി, നീ ആയിരുന്നു. നീ ആകെ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി കൊച്ചേ. എടി കൊച്ചേ, നീ ഇത് എവിടത്തെയാ? ഞാൻ എടക്കളത്തുള്ള സന്തോഷിന്റെ മോൾ. നീ ആകെ അങ്ങ് മെലിഞ്ഞു ഉണങ്ങി പോയല്ലോടി കൊച്ചേ. പരിപാടി ഏതാടി പെങ്കൊച്ചേ നീ? ആന്റി, ഞാൻ എടക്കളത്തുള്ള സന്തോഷിന്റെ മോൾ. നീ അങ്ങ് മെലിഞ്ഞ് ഈർക്കിളി പോലെ ആയല്ലോടി കൊച്ചേ. കിട്ടില്ല പറഞ്ഞോട്ടോ, നിങ്ങൾ പറ്റുള്ള പേരാണ്. എടി പെങ്കൊച്ചേ, നീ ഇത് എവിടത്തെയാ? ഹായ് ആന്റി, ഞാൻ എടക്കളത്തുള്ള സന്തോഷിന്റെ മൂത്ത മോളാണ്. നീ ആകെ അങ്ങ് മെലിഞ്ഞ് ക്ഷീണിച്ച് കോലുപോലായി പോയല്ലോടി കൊച്ചേ. ആന്റിയുടെ ഒരു കാര്യം പറയണം നോക്കിയിരിക്കാം. ആന്റി ആകെ കറുത്ത് കരിവാളിച്ചു പോയല്ലോ, എന്നാ പറ്റി? അതങ്ങനെ നാട്ടുകാരും കുടുംബക്കാരും മുഴുവൻ ഇങ്ങനത്തെ പരിപാടികൾക്ക് മുഴുവൻ വന്നിരുന്നു പിള്ളേരെ കുറ്റം പറയാനാണല്ലോ ആന്റിയുടെ പണി. പുറത്തിറങ്ങി ഇത്രയും വെയിലടിക്കുന്നുണ്ടായിരിക്കും. ആന്റി എന്താണ് ഒരു കാര്യം ചെയ്യും, തൽക്കാലത്ത് ഈ പരിപാടി അറ്റൻഡിങ്ങിലൊക്കെ നിർത്തിയിട്ട് കുറച്ച് നാൾ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കുക. ഞാനൊക്കെ ഒന്ന് കുറയട്ടെ. പറ്റുവാണെങ്കിൽ ബ്യൂട്ടി പാർലർ ഒന്ന് പോക്കോട്ടോ, കുറച്ച് ഗ്ലോക്ക് ഇങ്ങോട്ട് തരട്ടെ. അപ്പം പിന്നെ സുഖമല്ലേ ആന്റി? ആന്റിക്ക് ഏകദേശം വയറ് നിറഞ്ഞല്ലോ. എന്നാൽ ശരി, ചെന്നാട്ടെ.